PCC അധ്യക്ഷ സ്ഥാനത്തിനായി ജോസഫ് വാഴക്കൻ രംഗത്ത് അദ്ദേഹം ഇപ്പോൾ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. വിനീത വി ജി വിശദാംശങ്ങൾ ചേരുന്നുണ്ട്. വിനീത, എപ്പോഴാണ് ഈ നേതൃത്വവുമായുള്ള കൂടിക്കാഴ്ച? വിനീത, ഉന്മേഷ്, കഴിഞ്ഞ ദിവസമാണ് KPCC അധ്യക്ഷ സ്ഥാനത്തിനായുള്ള കൂടിക്കാഴ്ചയ്ക്കൊക്കെ വേണ്ടി ഇദ്ദേഹം ജോസഫ് വാഴക്കൻ ഡൽഹിയിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ അദ്ദേഹവുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് മുൻപായി അദ്ദേഹം മല്ലികാർജ്ജുൻ ഖർഗെ കാണാൻ ശ്രമിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇന്ന് അദ്ദേഹം മല്ലികാർജ്ജുൻ ഖർഗെ പിന്നീട് ഇന്ന് അവിടെ നിന്ന് ഡൽഹിയിൽ നിന്ന് തിരികെ അദ്ദേഹം ബാംഗ്ലൂരിലേക്ക് പോകുന്നുണ്ട്. ഒരുപക്ഷെ അതിനു മുൻപ് കൂടിക്കാഴ്ച നടത്താനാണ് ആലോചിക്കുന്നത്. ഒരുപക്ഷെ ആ 3 മണിക്ക് മുൻപായി സമയം ലഭിച്ചില്ല എങ്കിൽ നാളെയായിരിക്കും ഈ കൂടിക്കാഴ്ച എന്നും ജോസഫ് വാഴക്കൻ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഒരു ഫുൾ ടൈം അധ്യക്ഷനാണ് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്ന്, കേരളത്തിൽ നിന്ന് തനിക്ക് വലിയ പിന്തുണയുണ്ട്. ഇക്കാര്യങ്ങളടക്കം മല്ലികാർജ്ജുൻ ഖർഗെയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഉന്നയിക്കുമെന്നും ജോസഫ് വാഴക്കൻ സൂചിപ്പിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ KC വേണുഗോപാലുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. നേരത്തെ ഈ KPCC അധ്യക്ഷ സ്ഥാനത്തിനായി കൊടിക്കുന്നിൽ സുരേഷ് ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. കൊടിക്കുന്നിൽ സുരേഷ് ഡൽഹിയിലെത്തി പിന്നീട് അദ്ദേഹം മല്ലികാർജ്ജുൻ ഖർഗെയുമായൊക്കെയായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അധ്യക്ഷ സ്ഥാനം ആവശ്യപ്പെട്ട ജോസഫ് വാഴക്കൻ കൂടി ഡൽഹിയിൽ എത്തിയിരിക്കുന്നത്. ഇന്നലെ അദ്ദേഹം ഡൽഹിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലേക്കൊരു നീക്കം നടക്കുന്നുണ്ടെന്ന് തന്നെയാണ് അദ്ദേഹവുമായി സംസാരിച്ചപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് മുൻപായി മല്ലികാർജ്ജുൻ ഖർഗെയുമായി കൂടിക്കാഴ്ച നടത്താനാണ് താൻ ശ്രമിക്കുന്നതെന്ന് ജോസഫ് വാഴക്കൻ തന്നെ അറിയിച്ചിട്ടുണ്ട്. അല്ല എങ്കിൽ നാളെ കാണും. ഒപ്പം തന്നെ ACC പ്രതിനിധികളെയും KC വേണുഗോപാലെയും കൂടിക്കാഴ്ച നടത്തുമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. ശരി, വിനീത വി ജി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.